എല്ലാവർക്കും നമസ്കാരം. ചോറിനും കഞ്ഞിയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ അപാര രുചിയുള്ള ഒരു ഉടച്ചുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു തനി നാടൻ കറിയാണിത്. അപ്പോൾ ഏത്തക്കായ വെച്ചാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. നാടൻ ഏത്തക്കായ, നല്ല വിളഞ്ഞ ഏത്തക്കായ എടുക്കാൻ നോക്കണം. അതിൻ്റെ തലയ്ക്കൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തൊലി കനം കുറച്ച് നമുക്കൊന്ന് ചെത്തിക്കളയാം. ചിലരിത് തൊലിയോടെ തന്നെ അരിയും. നമുക്ക് തൊലി കനം കുറച്ച്, വളരെ കനം കുറച്ചൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഇത് നാലായിട്ടൊന്ന് കീറണം. നാലായിട്ട് കീറി കനം കുറച്ച് അരിഞ്ഞ് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് ഇത് ഒലച്ച് 2-3 പ്രാവശ്യം ഒലച്ച് കഴുകി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം നീങ്ങും. പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ അമ്മമാരൊക്കെ തയ്യാറാക്കിയിരുന്ന അതീവ രുചികരമായ ഒരു കറിയാണിത്. അപ്പം മൺചട്ടിയിൽ വേണം നമ്മളിത് തയ്യാറാക്കാൻ. ചട്ടിയിലേക്ക് ഒരു പിടി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നികക്കെ വെള്ളം ഒഴിക്കണം. നല്ല വേവുണ്ട്, അപ്പോൾ നികക്കെ വെള്ളം ഒഴിക്കണം. അല്പം ഉടഞ്ഞാണ് ഇത് ഇരിക്കുന്നത്. തീരെ അങ്ങ് ഒത്തിരി മുറുകരുത് ഈ കറി. അല്പം അയവിൽ വേണം ഈ കറി തയ്യാറാക്കാനായിട്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മൂടി വെച്ച് ഇത് വേവിക്കാം. ഇനി ഒരു മുറി തേങ്ങ ചുരണ്ടിയത്, അതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 6-7 ചുവന്നുള്ളി അല്ലി, ഒരു 3-4 വെളുത്തുള്ളി അല്ലി, ഇനി ഒരു 3 പച്ചമുളക്, 3-4 പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. തരിതരിപ്പായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ഏത്തക്കായ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏത്തക്കായ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴാണ് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർക്കുന്നത്. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്താൽ ഒരു കറചവ ഉണ്ടാകും. അതുകൊണ്ടാണ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് പൊടി ചേർക്കുന്നത്. ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ നമുക്ക് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് നമ്മൾ തരിതരിപ്പായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം. ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അരപ്പൊന്ന് വേകുന്നതിനായിട്ട് നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി അല്പം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അപാര രുചിയുള്ള ഒരു ഉടച്ചുകറിയാണിത്. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തനി നാടൻ ഉടച്ചുകറി. ചോറിനും കഞ്ഞിക്കുമൊക്കെ സൂപ്പറാണ് ഈ കറി. ഒരുവിധം ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇത്രയും ഒരു അയവ് വേണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. കാരണം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒന്ന് മുറുകും. ഇനി നമുക്കിതിനൊരു താളിപ്പ് ചേർത്ത് കൊടുക്കാം. പാൻ അടുപ്പിൽ വെച്ചൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 3-4 അല്ലി ചുവന്നുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടെ ചേർക്കാം. എൻ്റെ കയ്യിൽ വറ്റൽ മുളക് തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. വറ്റൽ മുളകും കൂടെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ളൊരു ഫ്ലേവർ വരുന്നത്. അപ്പോൾ നന്നായിട്ട് താളിച്ച് ഈ താളിപ്പ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് ഉടനെ തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പർ കോമ്പിനേഷൻ ഉടച്ചുകറി റെഡി.